ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സീന ആന്റണി. സാങ്കേതിക വൈദഗ്ധ്യത്തോടൊപ്പം സാമൂഹികവും സാമ്പത്തികവുമായ കാഴ്ചപ്പാടുകളും വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ജംഷഡ്പൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 15ാമത് ബിരുദദാന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. മാനവക്ഷേമത്തിനായുള്ള മാർഗങ്ങൾക്കായി സാങ്കേതിക വികസനം ഉപയോഗിക്കണമെന്ന് രാഷ്ട്രപതി വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ചു. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ടെങ്കിലും ജനാധിപത്യത്തിൽ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ദ്വിദിന സന്ദർശനത്തിനായി തിരുവനന്തപുരത്തെത്തിയ ഉപരാഷ്ട്രപതി പാളയം LMSൽ ട്രിവാൻഡ്രം ഫെസ്റ്റിലെ സ്നേഹസംഗമം പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു. മലയാളത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രസംഗം ആരംഭിച്ചത്. I am very pleased to be with you on this evening at the function of Trivandrum Fest 2025, a vibrant celebration of ideas, creativity, culture and community spirit. That is what we have seen, that we have to be together. Differing on ideas, differing on philosophy, differing on faith is very common, but democracy we have to differ, but we have to work together for the development. പുതുച്ചേരിയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് ഉപരാഷ്ട്രപതി തിരുവനന്തപുരത്തെത്തിയത്. നാളെ രാവിലെ വർക്കലയിൽ ശിവഗിരി തീർത്ഥാടനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി സമാപന പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഉച്ചയ്ക്ക് ഉപരാഷ്ട്രപതി തിരുവനന്തപുരത്ത് നിന്ന് മധുരയ്ക്ക് തിരിക്കും. പുത്തൻ സാങ്കേതിക വിദ്യകൾ മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും നവീകരിക്കുന്ന ലോകത്ത് വിദ്യാസമ്പന്നരായ വ്യക്തികൾ അവയെ ജാഗ്രതയോടെ സമീപിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ആഴത്തിലുള്ള ചിന്തയ്ക്കും സമൂഹവുമായുള്ള അർത്ഥവത്തായ ഇടപെടലിനുമുള്ള ശേഷി കുറയ്ക്കാൻ ഡിജിറ്റൽ ഉപകരണങ്ങൾ കാരണമാകരുതെന്ന് അദ്ദേഹം യുവ ബിരുദധാരികൾക്ക് മുന്നറിയിപ്പ് നൽകി. പോണ്ടിച്ചേരി സർവകലാശാലയുടെ 30ാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. അരാവല്ലി മലനിരകളുടെ നിർവചനം സംബന്ധിച്ച് നവംബർ 20 പുറപ്പെടുവിച്ച ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. അരാവല്ലിയുടെ നിർവചനത്തിന് വ്യക്തത വരുത്തുന്നതിനായി പുതിയ വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട അവധിക്കാല ബെഞ്ച് ഉത്തരവിട്ടു. വിഷയത്തിൽ കേന്ദ്രത്തോടും അരാവല്ലി കടന്നുപോകുന്ന സംസ്ഥാനങ്ങളോടും അഭിപ്രായം അറിയിക്കാനും പരമോന്നത കോടതി നിർദ്ദേശിച്ചു. ഡോക്ടർമാർ നിർദ്ദേശിച്ചാൽ മാത്രമേ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാവൂ എന്ന് ദേശീയ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ ഡയറക്ടർ ജനറൽ ഡോക്ടർ രാജീവ് ബഹൽ. ന്യൂമോണിയ പോലുള്ള അണുബാധയ്ക്ക് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം അവയുടെ ഫലപ്രാപ്തി കുറയ്ക്കുമെന്നും ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കി. കുറുപ്പടിയിലൂടെ മാത്രമേ ആന്റിബയോട്ടിക്കുകൾ വിതരണം ചെയ്യുന്നുള്ളൂവെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങൾ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ രാജീവ് പറഞ്ഞു. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ വേതന സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ മിനിമം വേതനം പരിഷ്കരിക്കുന്നതിനുള്ള കരട് വിജ്ഞാപനം 1 മാസത്തിനുള്ളിൽ പുറപ്പെടുവിക്കാൻ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനുവരി 14 മുതൽ 18 വരെ തൃശൂരിൽ നടക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വിധി നിർണയം സുതാര്യമാക്കാൻ നടപടി സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തെ ആയുർവേദത്തിന്റെ ആഗോള കേന്ദ്രമാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രീ ലോഞ്ച് ദേശീയ ഗവേഷണ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 40ഓളം സ്ഥാപനങ്ങൾ ഗവേഷണവുമായി സഹകരിക്കാൻ ധാരണയായതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. അധ്യക്ഷ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച സംസ്ഥാനത്തെ 6 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നു. ആലപ്പുഴയിലെ വിയ്യപുരം പഞ്ചായത്ത് പ്രസിഡന്റായി LDFലെ P ഓമനയെയും നെടുമുടി പഞ്ചായത്തിൽ PK വിനോദിനെയും തെരഞ്ഞെടുത്തു. കാസർഗോഡ് പെരിയയിൽ LDFലെ സബിതയും മലപ്പുറത്തെ തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റായി UDFലെ താരയൻ സുമയെയും തെരഞ്ഞെടുത്തു. എറണാകുളത്തെ വെങ്ങോലയിൽ UDFലെ ഷമീദ ഷെരീഫും കോട്ടയത്തെ എരുമേലിയിൽ CPIMലെ അമ്പിളി സജീവനും തെരഞ്ഞെടുക്കപ്പെട്ടു. ക്വാറം തികയാത്തതിനെ തുടർന്നാണ് ശനിയാഴ്ച ഇവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്താതിരുന്നത്. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ വാർഡുകളിൽ പത്രിക പിൻവലിക്കാൻ സമയപരിധി അവസാനിച്ചു. ജനുവരി 12-നാണ് വോട്ടെടുപ്പ്. മലപ്പുറം മുത്തേടം പഞ്ചായത്തിലെ പായിപ്പാടം, എറണാകുളം പാമ്പാക്കുട പഞ്ചായത്തിലെ ഓണക്കൂർ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം എന്നീ വാർഡുകളിലാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13-ന് നടക്കും. സംസ്ഥാനത്ത് അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ജനുവരി 5 മുതൽ 7 വരെ തീയതികളിൽ നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4-ഉം ജില്ലാ പഞ്ചായത്തിൽ 5-ഉം മുനിസിപ്പാലിറ്റികളിൽ 6-ഉം കോർപ്പറേഷനുകളിൽ 8-ഉം സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് രൂപീകരിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കാലഹരണപ്പെട്ട നിയമങ്ങൾ ഉപേക്ഷിച്ച് നികുതി നിയന്ത്രണ ഘടനകൾ ലളിതമാക്കിയതോടെ 2025 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 8.2% GDP വളർച്ച കാണിച്ചു. ആദായ നികുതി ഘടനയിൽ കൊണ്ടുവന്ന പരിഷ്കാരം രാജ്യത്തെ മധ്യവർഗത്തിന് ഏറെ ആശ്വാസം നൽകുന്നതായി. പ്രതിവർഷം 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ള വ്യക്തികൾക്ക് ആദായ നികുതി നൽകേണ്ടതായി വന്നില്ല. ഇത് കുടുംബങ്ങൾക്ക് സമ്പാദ്യം സൃഷ്ടിക്കുന്നതിനും കൂടുതൽ ആത്മവിശ്വാസത്തോടെ അവ ആസൂത്രണം ചെയ്യുന്നതിനും അവസരമൊരുക്കി. നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 4ാം പതിപ്പ് ജനുവരി 7 മുതൽ 13 വരെ നിയമസഭാ മന്ദിരത്തിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. 180 പ്രസാധകർ പങ്കെടുക്കുന്ന പുസ്തകോത്സവത്തിൽ 300 സ്റ്റാളുകളാകും ഉണ്ടാകുക. പുസ്തക പ്രകാശനങ്ങൾ, പുസ്തക ചർച്ചകൾ, സംവാദങ്ങൾ, എഴുത്തുകാരുമായുള്ള അഭിമുഖങ്ങൾ എന്നിങ്ങനെ വിപുലമായ സാംസ്കാരിക ഉത്സവം തന്നെയാകും അരങ്ങേറുക. സാഹിത്യ, കലാ, സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനകൾക്കുള്ള ഇത്തവണത്തെ നിയമസഭാ പുരസ്കാരം പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് ശ്രീ NS മാധവന് സമ്മാനിക്കും. പുസ്തകോത്സവത്തിന്റെ ഭാഗമായ മീഡിയ സെൽ ഓഫീസ് സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. VK പ്രശാന്ത് MLA ചെയർമാനായും മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു, ആകാശവാണി വാർത്താ വിഭാഗം മേധാവി ലെമി G നായർ എന്നിവർ വൈസ് ചെയർപേഴ്സൺമാരുമായാണ് മാധ്യമ സെല്ലിന് രൂപം നൽകിയത്. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ 1ാം റിപ്പോർട്ട് ഗവർണർക്ക് സമർപ്പിച്ചു. ലോക് ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ധനകാര്യ കമ്മീഷൻ ചെയർപേഴ്സൺ KN ഹരിലാലിൽ നിന്നും റിപ്പോർട്ട് സ്വീകരിച്ചു. 2026-27 ധനകാര്യ വർഷത്തേക്കുള്ള ശുപാർശകളാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. അപൂർവ രോഗമായ സ്പൈനൽ മസ്കുലാർ അട്രോഫിക്ക് ഒറ്റത്തവണ ചികിത്സ ലഭ്യമാക്കി ദുബായിലെ ഹോസ്പിറ്റൽ. അബുദാബിയിലെ ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റിയാണ് ഒറ്റത്തവണ ജീൻ തെറാപ്പിയായ ഇറ്റ്വിസ്മ നടത്തുന്ന ലോകത്തിലെ ആദ്യത്തെ ആശുപത്രിയായി മാറിയത്. അമേരിക്കയ്ക്ക് ശേഷം തെറാപ്പിക്ക് അംഗീകാരം നൽകുന്ന ലോകത്തിലെ 2ാമത്തെ രാജ്യമാണ് ദുബായ്. ഒരു ഡോസിന് ഏകദേശം $2 മില്യൺ വില. ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് സംസ്ഥാനതല ആരോഗ്യ പ്രചാരണ പരിപാടി ജനുവരി 1 തിരുവനന്തപുരത്തെത്തും. ആരോഗ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന പ്രചാരണ റാലിയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ കൂടുതൽ ആരോഗ്യമുള്ളതാക്കി മാറ്റുകയാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ബഹുജന പങ്കാളിത്തത്തോടെയാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത്. മകരവിളക്ക് ഉത്സവത്തിനായി നാളെ ശബരിമല ക്ഷേത്ര നട തുറക്കും. അടുത്ത മാസം 14 മകരവിളക്ക് ഉത്സവം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S ശ്രീധർ. നാളെ വൈകിട്ട് 5 ക്ഷേത്രനട മേൽശാന്തി ED പ്രസാദ് തുറന്ന് ദീപം തെളിക്കും. സന്നിധാനത്തെ ആഴിയിൽ അഗ്നി പകർന്ന ശേഷം തീർത്ഥാടകർക്ക് ദർശനം നടത്താം. മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമലയും പരിസര പ്രദേശങ്ങളും ഒരുങ്ങുന്നതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരുടെ പങ്കാളിത്തത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങളും നടന്നു. മകരവിളക്കിനോടനുബന്ധിച്ച ദിവസങ്ങളിലെയും കുംഭമാസ പൂജയ്ക്കുമായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ നാളെ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ. പക്ഷിപ്പനിയെ തുടർന്ന് ചിക്കൻ വിഭവങ്ങളുടെ വിൽപ്പന നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹോട്ടൽ ഉടമകളുടെ ആവശ്യം അംഗീകരിച്ചില്ലെന്നാണ് ആരോപണം. ഇന്ന് ആലപ്പുഴ കളക്ടറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പ്രതിഷേധം. വയനാട്ടിൽ ദുരന്തബാധിതർക്കായി കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്കായി ഭൂമി ഏറ്റെടുക്കൽ അന്തിമഘട്ടത്തിലെന്ന് T സിദ്ദിഖ് MLA. അത്യാധുനിക രീതിയിലുള്ള പുനരധിവാസം നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക പ്രശ്നങ്ങളാണ് തറക്കല്ലിടൽ വൈകാൻ കാരണമെന്നും MLA പറഞ്ഞു. തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ കഴിഞ്ഞ വർഷം ജൂലൈ 30 പനിക്ക് ചികിത്സ തേടിയെത്തിയ കുഞ്ഞിന് ചികിത്സാ പിഴവുണ്ടായതായി ആരോഗ്യവകുപ്പ് ഡയറക്ടർ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു. കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കേരളത്തിൽ കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. വൈകിട്ട് 7 മത്സരം. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 4-0 മുന്നിലാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.